ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ എറണാകുളത്തുള്ളത്. പ്രത്യേകിച്ച് 22.37 നഗര കേന്ദ്രീകൃതമാകുന്ന പ്രദേശങ്ങളിൽ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് കഴിയുന്നത്ര ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണോ ഇതിന് കാരണം? അതോ ഈ കൊച്ചിയുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, 2020യും മത്സര രംഗത്തുണ്ട്. പലയിടത്തും ചതുഷ്കോണ മത്സരമാണ്. സംസ്ഥാനത്ത് ത്രികോണ മത്സരത്തിനപ്പുറത്ത് ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരിടം കൂടിയാണല്ലോ എറണാകുളത്തെ പല മണ്ഡലങ്ങളും പല വാർഡുകളും. അത് എന്താണിപ്പോൾ പ്രതിഫലിക്കുന്നത് ഡാനി? അഭിലാഷ്, പൊതുവിൽ രാവിലെയുള്ള ഒരു പോളിംഗ് റേറ്റ് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിലേക്ക് വരുന്നു, മികച്ച രീതിയിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ നമ്മൾ പല ഇടങ്ങളിലായിട്ട് പോകുമ്പോഴെല്ലാം തന്നെ കാണുന്നത് കൂടുതലും ഈ പ്രായമായവർ, മുതിർന്നവർ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ആദ്യം തന്നെ എത്തിയത്. ഒരുപക്ഷെ ഈ കൂടുതൽ വെയിൽ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം നീങ്ങും മുമ്പ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം. ഒപ്പം തന്നെ ഈ ജോലിക്ക് പോകുന്നവരും പലരും തന്നെയും ഇന്ന് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിൽ ആ രീതിയിൽ വോട്ടിംഗ് നിരക്ക് പെർസെൻറ്റേജ് ഉയരുന്നതിന് കുറെയെങ്കിലും അത് സഹായകരമായിട്ടുണ്ട്. ഇനി അത് ഉച്ച സമയത്തേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ളൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തുന്നു. നഗരത്തിന് ഇപ്പുറത്തേക്ക് വരികയാണ് നമ്മളുള്ളത്. തുടക്കത്തിൽ പറവൂരായിരുന്നു, പിന്നീടത് കളമശ്ശേരിയിലേക്ക് വന്നു, ഇപ്പോൾ ആലുവയിലാണുള്ളത്. ആലുവയിലും ഈ പരിസര പ്രദേശത്തുമെല്ലാം പെർസെൻറ്റേജ് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വലിയ രീതിയിലുള്ളൊരു തിരക്കിലേക്ക് ഈ ഭാഗത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും എന്ന് പറയാം. ഏതായാലും മികച്ച പോളിംഗ് നിരക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്. തുടക്കത്തിലെ ഒരു തിരക്ക് കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായി ഇവർ പറയുന്നത്, പലരും തന്നെ പറയുന്നത് ഈ വെയിൽ കൂടുമ്പോൾ ഒന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ഓരോ സ്ഥലങ്ങളിലും വന്ന് ക്യൂ നിൽക്കുക, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചെങ്കിലും ഒരു ഒഴിവ് വരാറുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ വലിയ തിരക്കിലേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റഡി മെയിൻറ്റെയിനിങ് നടത്താൻ പറ്റും എന്ന് തന്നെ പറയുന്നു. രാവിലെ അത് കൂടിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് അല്പം കുറഞ്ഞാലും അത് പാച്ചപ്പ് ചെയ്തുകൊണ്ട് വൈകുന്നേരത്തേക്ക് നല്ല രീതിയിലേക്ക് പോളിംഗ് നിരക്കിലേക്ക് വരും എന്ന് തന്നെയാണ് പൊതുവിലും കരുതപ്പെടുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിലെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ പ്രതിപക്ഷ നേതാവ് പറവൂരിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. വലിയ പ്രതീക്ഷകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് പല വിവാദങ്ങളടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം, ശബരിമല അടക്കമുള്ള വിവാദങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയും താഴത്തെ പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഇതെല്ലാം തന്നെ ബാധിക്കുമെന്ന് അദ്ദേഹം ശുഭപ്രതീക്ഷ പറയുന്നത്. അത്തരമൊരു അന്തരീക്ഷം പൊതുവിലും UDFന് അനുകൂലമാകുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. തിരിച്ച് ഇന്ന് മന്ത്രി പി രാജീവ് പ്രതികരിക്കുമ്പോൾ എന്നാൽ അതിനേക്കാളുമുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ വലിയ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അപ്പോൾ സാധാരണക്കാരിലെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് വിവാദങ്ങൾ ബാധിക്കില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തി മികച്ച അന്തരീക്ഷത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷ മന്ത്രി പി രാജീവ് പങ്കുവയ്ക്കുന്നു. എന്തായാലും പൊതുവിലും ഇത്ര ദിവസങ്ങളിൽ നടന്ന പ്രചാരണങ്ങളുടെ ഒരു പരിസമാപ്തിയിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അതിന്റെ ഒരു മികച്ച പ്രതികരണം നമുക്ക് ആ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയും നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നുണ്ട്. ഏതായാലും നല്ല രീതിയിലേക്കാണ് പോളിംഗ് ശതമാനം ഉയരുന്നത് എന്ന് തന്നെയാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. നഗരത്തിന്റെ പുറത്തുള്ള മറ്റു പ്രദേശങ്ങളിലും മികച്ച പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് തന്നെയാണ്. പൊതുവിൽ UDFന് ഒരു ചായ്വുള്ളൊരു ജില്ലയായിട്ടാണ് എറണാകുളം അറിയപ്പെടുന്നതെങ്കിൽ കൂടിയും മികച്ച മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാനായിട്ട് ഇടതുമുന്നണിക്കും സാധ്യതയുള്ള ഒരിടം കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ളൊരു ചലനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. NDA ക്യാമ്പുകളും വളരെ സജീവമായ ചർച്ചയിലാണ്. കഴിഞ്ഞ നാളത്തെ കണക്കുകൾ അവർക്ക് ശുഭസൂചകം തന്നെയാണ് എന്ന് അവരും വിലയിരുത്തുന്നുണ്ട്. തുടക്കത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 2020 എറണാകുളം ജില്ലയിൽ പലയിടത്തും തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ 76 സീറ്റുകൾ, ഏതാണ്ട് 50-ലധികം സീറ്റുകളിൽ 2020 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കുന്നത്ത് നാടുവിട്ട് അവർ പുറത്തേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിലാണ്, എവിടെയെല്ലാമാണ് ആളുകൾ ഒരു സ്ഥാനാർത്ഥികളുടെ വിജയങ്ങളെ നിശ്ചയിക്കുക എന്നതും വളരെ നിർണായകം തന്നെയാണ്. അഭിലാഷ്, യെസ്, അതാണ് പലയിടത്തും ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ട്. പക്ഷേ എറണാകുളം എക്കാലവും
UDF-ന് അനുകൂലമാകുന്ന ഒരു ഇടം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോർപ്പറേഷന്റെ ഭരണം പോലും പിടിക്കാൻ UDF-ന് പറ്റാത്ത സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പല പഞ്ചായത്തുകളിലും UDF-ന്റെ അപ്രമാദിത്വമൊക്കെ നഷ്ടപ്പെട്ട പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല, ഈ പുതിയ മൂവ്മെന്റുകൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള ഒരിടം കൂടിയാണ് കൊച്ചി എന്നതാണ് പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് V4 കൊച്ചി എന്ന തരത്തിലൊരു സംഘടന മത്സരരംഗത്തേക്ക് വന്നത്. 2020 എന്നത് കേരളത്തിൽ ഒരു പുതുമയുള്ള പ്രസ്ഥാനം ആയിരുന്നു. അവർ പഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം കൗതുകകരമാകുന്ന കാര്യമാണ്. കാരണം ഇടത് വലത് NDA മുന്നണികളെ തറപറ്റിച്ചുകൊണ്ടാണ് വലിയ അപ്രമാദിത്വം ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ 2020യുടെ കോട്ടകളിൽ ഉണ്ടായത് എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അവർ കുറച്ചുകൂടി കുന്നത്തുനാട് എന്ന നിയമസഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 2020യുടെ പ്രവർത്തനം എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർ വിവിധ പഞ്ചായത്തുകൾ ഇപ്പോഴേ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിന് പുറത്തേക്ക് അവർ എത്തി എന്നുള്ളതാണ്. അങ്ങനെ വ്യാപിപ്പിച്ച ഒരു പരീക്ഷണത്തിന് കൂടിയാണ് 2020 മുതിരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മികച്ച വോട്ടിംഗ് ശതമാനത്തിലേക്ക് രാവിലെ പോകാൻ സാധിക്കുന്നത്. എങ്കിൽ ഇനി നമ്മൾ ഇടുക്കിയിലെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഇടുക്കിയിൽ മന്ദഗതിയിൽ ആണ് വോട്ടെടുപ്പ്. 19.65 ആണ്. അതേസമയം കോട്ടയത്തേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കോട്ടയത്ത് നില മെച്ചപ്പെടുകയാണ്. 21.13. അതായത് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകളാണ്. വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് 3 മണിക്കൂറുകൾ പിന്നിടുമ്പോഴുള്ള ഡേറ്റയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 21.13 എന്ന നിലയിലേക്ക് വളരെ പെട്ടെന്ന് ശ്രീജിത്തിലേക്ക് എത്താമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത് കോട്ടയത്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത് ആണ് പങ്കുചേരാൻ പോകുന്നത്. എന്തായാലും കോട്ടയത്ത് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജോസ് കെ മാണി അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ശ്രീജിത്തിലേക്ക് പോകുമ്പോൾ ശ്രീജിത്ത് മികച്ച പോളിംഗ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമുഖർ? എന്താണ് സാഹചര്യം? ഇപ്പോൾ വരുന്ന അത് ചാണ്ടിയുമ്മൻ MLA സകുടുംബം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ കാഴ്ചയാണ്. ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മനുണ്ട്. ഒപ്പം തന്നെ അച്ചു ഉമ്മനും മറിയ ഉമ്മനും ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു ഉമ്മൻചാണ്ടി കുടുംബം പൂർണ്ണമായും ഒരുമിച്ചെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. മറിയാമ്മ ഉമ്മനും ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനും വോട്ട് രേഖപ്പെടുത്തി. ഇനി മറിയ ഉമ്മനും അച്ചു ഉമ്മനും വോട്ട് രേഖപ്പെടുത്തുന്നു. മറിയയും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ എല്ലാവരും കുടുംബം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ സാധാരണഗതിയിൽ പുതുപ്പള്ളിയിലാണ് വോട്ടുള്ളത്. പക്ഷേ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഒരൽപ്പം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. ഇരവിനെല്ലൂരിലാണ് ഇത്തവണ ഈ ഉമ്മൻചാണ്ടി കുടുംബത്തിന് വോട്ടുള്ളത്. പുതുതായി വാർഡ് വിഭജനം വന്നപ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി ചാണ്ടിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ UDF വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണല്ലോ. ആ നിലയിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ഒരൽപ്പം മുന്നോട്ട് പങ്കുവയ്ക്കുന്നതിൽ വ്യക്തത കുറവുണ്ട്. എന്തായാലും കോട്ടയത്തും മികച്ച പോളിംഗ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ ജനതകളും മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള റബ്ബർ കർഷകരൊക്കെ ഏറ്റവും കൂടുതൽ അധികമുള്ള സംസ്ഥാനത്തെ ജില്ലയാണ് കോട്ടയം എന്നത്. കോട്ടയത്തും രാവിലെ തന്നെ മികച്ച പോളിംഗ് എന്നാണ് നമുക്ക് ഡേറ്റകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കർഷകർ നിരവധിയായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ ഉള്ള പ്രദേശം കൂടിയാണ് കോട്ടയം എന്നത്. ഒപ്പം കോട്ടയം പാല ഉൾപ്പെടുന്ന നഗരപ്രദേശങ്ങളുണ്ട്. ഈ നഗരപ്രദേശങ്ങളിലടക്കം വിധിയെഴുത്തിന്റെ ഡേറ്റകൾ എന്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ